ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്ന് രണ്ട് സുപ്രധാന കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. ഒന്ന്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ രേഖകളെല്ലാം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. അങ്ങനെ കൊല്ലം വിജിലൻസ് കോടതി ആ ഹർജി അംഗീകരിച്ചിരിക്കുകയാണ്. ഇഡി പറയുന്നത് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട്, അതിൽ അന്വേഷണം വേണം എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് SITയുടെ കയ്യിലുള്ള രേഖകൾ എല്ലാം തന്നെ വേണമെന്നാണ് ഇഡി ആവശ്യപ്പെട്ടത്. എന്നാൽ SIT ഇതിനെ എതിർത്തിരുന്നു. ആ എതിർപ്പെല്ലാം തള്ളിക്കൊണ്ടാണ് കൊല്ലം വിജിലൻസ് കോടതി ഇഡിക്ക് എല്ലാ രേഖകളും കൈമാറാനുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതോടുകൂടി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം കൂടി വരുന്നു എന്ന വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇന്നുണ്ടായത്. മറ്റൊന്ന്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായിരിക്കുന്ന 3 പ്രതികൾ N വാസു, ഒപ്പം തന്നെ മുരാരി ബാബു, KS ബൈജു എന്നീ 3 പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ഹൈക്കോടതി ആ ജാമ്യാപേക്ഷ തള്ളി എന്ന് മാത്രമല്ല, ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഹർജിയിൽ വളരെ ഗുരുതരമായ ചില പരാമർശങ്ങൾ കോടതി നടത്തുന്നു. അന്വേഷണ സംഘത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ കോടതി ഉന്നയിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമാണ് എന്നാണ് ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ഈ വിധിന്യായത്തിൽ പറയുന്നത്. അതായത് കോടതി പറയുന്നത് ശബരിമലയെയും ആ ഭക്തരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദേവസ്വം ബോർഡ് നിലകൊള്ളേണ്ടത്. എന്നാൽ അത്തരത്തിലുള്ള ദേവസ്വം ബോർഡ് അത് ചെയ്തില്ല, അല്ലെങ്കിൽ ശബരിമലയുടെ താല്പര്യം സംരക്ഷിക്കേണ്ട ദേവസ്വം ബോർഡ് അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, സ്വർണ്ണക്കൊള്ള പോലെയുള്ള ഒരു ഇടപാടിൽ അവരെ പങ്കാളികളാവുകയും ചെയ്തു എന്ന് കോടതി പറയുന്നു. അതായത് കോടതി അതിനെ ഉപമിക്കുന്നത് ഈ സംരക്ഷകർ തന്നെ ഈ പറയുന്ന പോലെ നാശകരാകുന്ന, അല്ലെങ്കിൽ സംരക്ഷിക്കേണ്ട കൈകൾ തന്നെ അതിനെ നശിപ്പിക്കുന്ന ഒരു സംവിധാനം, ആ രീതിയിലാണ് കോടതി അതിനെയൊക്കെ ഉപമിക്കുന്നത്. എന്നിട്ട് കോടതി പറയുന്നത് ഇത് സാധാരണ ഒരു കേസല്ല, സവിശേഷമായിട്ടുള്ള ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ആ രീതിയിൽ തന്നെ മറ്റ് സാധാരണ കേസുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കണ്ടുകൊണ്ട് ജാമ്യ ഹർജികൾ പരിഗണിക്കണം എന്ന് കോടതി പറയുന്നു. മാത്രവുമല്ല, ഇതിന്റെ അന്വേഷണത്തിൽ ഒരു മെല്ലപ്പോക്ക് സംഭവിച്ചിരിക്കുന്നു, ഒരു തടസ്സം, സ്റ്റാഗ്നേഷൻ എന്നാണ് കോടതി പറയുന്നത്. ഇടക്കാലത്ത് ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ടായിരിക്കുന്നു എന്നത് കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൽ അങ്ങേയറ്റം അതൃപ്തിയുണ്ട്, ആശങ്കയുണ്ട് എന്നും കോടതി പറയുന്നു. അതായത് ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് ഈ ഹർജികളൊക്കെ തന്നെ, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഹർജികളെല്ലാം കേൾക്കുന്നത്. ആ ദേവസ്വം ബെഞ്ച് SITയുടെ അന്വേഷണത്തെ പൂർണ്ണമായും അംഗീകരിക്കുകയും അതിൽ തൃപ്തി രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തുവെങ്കിലും കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് പോകണമെന്ന് പറയുകയും ചെയ്തു. എന്നാൽ ഈ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ കോടതി പറയുന്നത് അങ്ങേയറ്റം ആശങ്കയും അതൃപ്തിയും ഉണ്ട് എന്നാണ്. അതിന് കോടതി ചൂണ്ടിക്കാട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കേസിലെ 4ാം പ്രതിയായിരുന്ന S ജയശ്രീ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയാണ്. ഒപ്പം തന്നെ 6ാം പ്രതിയായിരുന്ന മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ, ഇവരുടെ 2 പേരുടെയും ജാമ്യ ഹർജികൾ ഹൈക്കോടതി കഴിഞ്ഞ ഡിസംബർ ആദ്യം തള്ളിയിരുന്നു, 4-ാം തീയതി തള്ളിയിരുന്നു. എന്നാൽ അതിനുശേഷം അവരുടെ അറസ്റ്റ് നടന്നില്ല. ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത് ഏതാണ്ട് 17-ാം തീയതിയാണ്. ജയശ്രീയുടെ ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെ അവർ സുപ്രീം കോടതിയെ സമീപിച്ചു. അത് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. എന്നാൽ ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ ഏതാണ്ട് 12 ദിവസത്തെ കാലതാമസം ഉണ്ടായി. ആ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ ഇവരുടെയൊക്കെ തന്നെ ശ്രീകുമാറിന്റെ പങ്ക് വ്യക്തമാക്കി, വളരെ വിശദമായിട്ട് തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു എന്ന് ഇന്നത്തെ ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അത്തരത്തിൽ കോടതി ആ പ്രതിയുടെ പങ്കെടുത്തു പറഞ്ഞിട്ടും അയാളെ അറസ്റ്റ് ചെയ്യാൻ, മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിട്ടും അയാളെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കാലതാമസം ഉണ്ടായി. അത് ഒരു അന്വേഷണത്തിൽ ഇതിനിടയ്ക്ക് ഒരു മെല്ലപ്പോക്ക് വന്നു, ഒരു തടസ്സം നേരിട്ടു എന്നതിന് തെളിവാണ് എന്ന് കോടതി പറയുന്നു. മാത്രവുമല്ല, കോടതി ചൂണ്ടിക്കാട്ടുന്ന മറ്റ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ കട്ടളപ്പാളി കേസിലെ 8ാം പ്രതിയായിട്ട് FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് ഉള്ളത് അന്നത്തെ ദേവസ്വം ബോർഡിനെയാണ്. അതായത് ആ ദേവസ്വം പ്രസിഡന്റും 2 അംഗങ്ങളും ചേർന്ന ദേവസ്വം ബോർഡിനെ മൊത്തത്തിലാണ് പ്രതിയാക്കിയിരിക്കുന്നത്. ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാർ അറസ്റ്റിലായി ജയിലിൽ കിടക്കുകയാണ്. എന്നാൽ അതിലെ 2 അംഗങ്ങളായ വിജയകുമാർ, KP ശങ്കർദാസ് എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നു. അത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമാണ് കോടതി ഉന്നയിക്കുന്നത്. മാത്രവുമല്ല, ഈ പറയുന്ന പോലെ കഴിഞ്ഞ
4-ാം തീയതി ഈ പറയുന്ന ശ്രീകുമാറിന്റെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുള്ളതാണത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരത്തിൽ വലിയ രീതിയിൽ അവിടെ ശബരിമലയിലെ സ്വാതന്ത്ര്യമൊക്കെ തന്നെ ലഭിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് അവിടെ യാതൊരു പദവിയുമില്ല, അല്ലെങ്കിൽ യാതൊരു അംഗീകൃതമായിട്ടുള്ള ജോലികളോ മറ്റൊന്നും തന്നെ അദ്ദേഹത്തിനില്ല, ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിന് അവിടെ ഇല്ല. എങ്കിൽ പോലും അദ്ദേഹം അവിടെ വലിയ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി അവിടെ കയറിയിറങ്ങുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളികളും എല്ലാം കൊടുത്ത് സന്നിധാനത്തിന് പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ അതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അത് സാധാരണ ഒരു ഗൂഢാലോചനയല്ല. അത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരത്തിൽ വലിയ ഒരു പിന്തുണ ലഭിക്കുന്നുണ്ട് എങ്കിൽ അതിന് പിന്നിൽ വലിയ ബിഗ് ഗൺസ് ഉണ്ട്, വമ്പൻ തോക്കുകളുണ്ട് എന്നാണ് കോടതി പറയുന്നത്. അവരിലേക്ക് അന്വേഷണം നീളണം. എല്ലാ കുറ്റവാളികളെയും ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ ആ കുറ്റവാളികൾ അത് വലിപ്പച്ചെറുപ്പം നോക്കാതെ യാതൊരു വിവേചനവും ഇല്ലാതെ അവരെ എല്ലാം തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അവരെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യണം. ഒരു കുറ്റവാളിയും രക്ഷപ്പെടുന്നില്ല എന്ന് അന്വേഷണ സംഘം ഉറപ്പുവരുത്തണം. ആ രീതിയിലുള്ള ശക്തമായ അന്വേഷണം മുന്നോട്ട് പോകണം എന്ന് നേരത്തെ തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ആ രീതിയിൽ അന്വേഷണം പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഈ അന്വേഷണ സംഘത്തിൽ ആശങ്കയും ഒപ്പം തന്നെ അതൃപ്തിയും രേഖപ്പെടുത്തുന്നത്. അത് പറഞ്ഞിട്ട് കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്, ഈ അന്വേഷണം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകണം, ഒരാളും രക്ഷപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന തരത്തിൽ ഈ ഭക്തർക്കൊക്കെ തന്നെ വിശ്വാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തണം എന്ന് കോടതി ഈ ജാമ്യ ഹർജിയിൽ പറയുന്നു. ഒപ്പം തന്നെ ഈ നിലവിലെ സാഹചര്യത്തിൽ ഈ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുന്നത് അത് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. ഈ 3 പേരും ജാമ്യ ഹർജിയുമായി ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യം തങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പ്രമേഹം പോലെയുള്ള രക്താതി സമ്മർദ്ദം പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നു. എന്നാൽ കോടതി പറയുന്നത് ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുപോലെ ഒരു വലിയ ഗൗരവതരമായ കേസിൽ ജാമ്യം നൽകുന്നതിന് മതിയായ കാരണമായിട്ട് പരിഗണിക്കാൻ കഴിയുകയില്ല. അത് സുപ്രീം കോടതിയുടെ വിധികളൊക്കെ തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ് കോടതി അത് ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് ഈ ജയിലിൽ തന്നെ മതിയായ ചികിത്സ ലഭിക്കാനുള്ള സൗകര്യം നിലവിലുണ്ട്. അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഈ പ്രതികൾക്ക് ഈ കേസിന്റെ ഗൗരവ സ്വഭാവം കോടതി അത് പലയിടത്തും എടുത്തു പറയുന്നുണ്ട്. അങ്ങേയറ്റം ഗൗരവമേറിയതാണ്, ഒരുപക്ഷെ കേട്ടുകേഴ്വിയില്ലാത്ത അനിതര സാധാരണമായ പ്രത്യേക ജനസിൽപ്പെട്ട ഒരു കേസ് എന്നാണ് കോടതി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അത്തരമൊരു കേസിലെ പ്രതികൾക്ക് നിലവിലെ സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കുന്നത് ശരിയായ ഒരു കീഴ്വഴക്കമാകില്ല, അത് അന്വേഷണത്തെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ 3 പ്രതികളുടെ ജാമ്യ ഹർജി കോടതി തള്ളിയിരിക്കുന്നത്. എന്തായാലും വളരെ ശക്തമായ ചില നിരീക്ഷണങ്ങൾ, വലിയ വിമർശനങ്ങൾ കോടതി ഈ അന്വേഷണ സംഘത്തിനെതിരെ ഉന്നയിച്ചിരിക്കുകയാണ്. അതിന് പിന്നാലെ അന്വേഷണ സംഘം ചില നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട ആളെ മേധാവിയെയും ഒപ്പം തന്നെ സ്വർണം വാങ്ങിയ ഗോവർദ്ധനെയും ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. താമസിയാതെ തന്നെ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താനും സാധ്യതയുണ്ട്. എന്തായാലും ഈ കേസിൽ വലിയ സ്രാവുകളുണ്ട്, അല്ലെങ്കിൽ വലിയ വമ്പൻ തോക്കുകൾ ഇതിന് പിന്നിലുണ്ട് എന്ന് കോടതി ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. അപ്പോൾ ആ രീതിയിലേക്ക് അന്വേഷണം മുന്നോട്ട് പോകണം എന്ന കോടതി ശക്തമായൊരു നിർദ്ദേശം ഈ അന്വേഷണ സംഘത്തിന് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോവുക, വമ്പന്മാരിലേക്ക് എങ്ങനെ ഈ അന്വേഷണ സംഘം എത്തും എന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ആരൊക്കെയാകും ഈ അന്വേഷണ സംഘത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ ഏതൊക്കെ വമ്പൻ തോക്കുകളാകും പിടിയിലാവുക എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം.